മാം, കുട്ടികളുടെ ഇപ്പോഴത്തെ ഭക്ഷണ രീതി കൊണ്ടാണോ മോഷൻ പോവാനുള്ള ബുദ്ധിമുട്ട് കണ്ടുവരുന്നത്? ആവാം. കാരണം എന്താന്ന് വെച്ചാൽ സാധാരണ നമ്മളൊരു കുഞ്ഞിൻ്റെ നിന്ന് പ്രതീക്ഷിക്കുന്നത് വൺസ് ഇൻ എ ഡേ അല്ലെങ്കിൽ അതിൽ കൂടുതൽ അപ് ടു ഒരു 2 ദിവസം വരെ വയറ്റിൽ നിന്ന് പോകുമെന്ന്. അഥവാ ഒരു 3 ദിവസമായിട്ടും വയറ്റിൽ നിന്ന് പോണില്ല, അഥവാ പോണ സമയത്ത് ഭയങ്കര ഹാർഡായിട്ടും ഭയങ്കര വേദനയോടെയാണ് കുട്ടി പാസ് ചെയ്യുന്നത്. അതേപോലെ കുട്ടിക്ക് ടോയ്ലറ്റിൽ പോകാനായിട്ട് വിഷമമുണ്ട്, ഇഷ്ടമില്ല വേദന കാരണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ കോൺസ്റ്റിപ്പേഷൻ ആയിട്ട് കണക്കാക്കും. കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാൻ ഒരു കാരണം ഡയറ്റ് തന്നെയാണ്. കാരണം നല്ല ഫൈബർ റിച്ച് ആയ ഒരു ഡയറ്റ് ആവുമ്പോൾ കോൺസ്റ്റിപ്പേഷനുള്ള ചാൻസ് കുറവാണ്. ഫൈബർ എന്ന് ഉദ്ദേശം നാര്, നമ്മൾ നാച്ചുറൽ ഹോൾ ഫുഡിൽ കിട്ടുന്ന ഇതാണ്. ഇപ്പോൾ നമ്മുടെ മട്ടാരി, അതേപോലെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്. എല്ലാവരും വിചാരിക്കും ഫൈബർ എന്ന് പറയുമ്പോൾ ഫ്രൂട്ട്സ് മാത്രം കഴിച്ചാൽ മതി. അങ്ങനെയല്ല. എല്ലാത്തിലും ഹോൾ ഫുഡ്സിൽ എല്ലാത്തിലും ഒരു ചെറിയ എമൗണ്ട് ഓഫ് ഫൈബർ ഉണ്ട്. ഇലക്കറികൾ, ഇതെല്ലാതും വയറ്റിൽ നിന്ന് പോകാനായിട്ട് നല്ലതാണ്. ഇപ്പോഴത്തെ നമ്മുടെ ഒരു ഫാസ്റ്റ് ഫുഡ് കൾച്ചറിൽ കുട്ടികൾ ഭയങ്കരമായിട്ട് പ്രോസസ്ഡ് ഫുഡും അതേപോലെ പാക്കേജ്ഡ് ഫുഡും കഴിക്കുമ്പോൾ ഈ പറഞ്ഞ അളവിൽ ഫൈബർ എത്തുന്നില്ല. അത് എത്താത്തതുകൊണ്ട് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതൽ തന്നെയാണ്.